Hello everyone. In this part, we'll see the difference between fundamental and technical analysis. രണ്ട് major type of analysis ആണ് stock analysis ഉള്ളത്. Fundamental and technical we've already seen. We'll look at a good comparison. Fundamental analysisന്റെ main objective എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിന്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ ട്രൂ വാല്യൂ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുക. അതോടുകൂടി അത് ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ, അത് വാല്യൂ കൂടുതലാണോ അല്ലെങ്കിൽ വാല്യൂ കുറച്ചാണോ കാണിക്കുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് ഫണ്ടമെന്റൽ അനാലിസിസിന്റെ മെയിൻ എയിം. ടെക്നിക്കൽ അനാലിസിസ് പാസ്റ്റ് ട്രെൻഡ് ഉപയോഗിച്ചിട്ട് പാസ്റ്റ് പാറ്റേൺ നമ്മൾ കണ്ടു ചാർട്ട് ഉപയോഗിച്ചിട്ട് പാസ്റ്റ് പാറ്റേൺ യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ് കണ്ടെത്തും. ആൻഡ് ഇവിടെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇൻഡസ്ട്രി, ഇക്കണോമി, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് such as balance sheet, profit and loss. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് നടത്തുന്നത്. ഇവിടെ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ചാർട്ട്, വോളിയം, ഇൻട്രസ്റ്റ് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നത്. ഇത് യൂഷ്വലി ലോങ് ടേമിലേക്കാണ് ചെയ്യുന്നത്. ടെക്നിക്കൽ അനാലിസിസ് ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ തിയറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിലീവ്സ് ദാറ്റ് മാർക്കറ്റ് ക്യാൻ മിസ്പ്രൈസ് അസറ്റ്സ് ഇൻ ഷോർട്ട് റൺ. അതായത് ഷോർട്ട് റണ്ണിൽ ചെറിയ കാലയളവിൽ പ്രൈസിൽ മാറിപ്പോവെങ്കിലും പ്രൈസിൽ തെറ്റുകുറ്റങ്ങൾ വരുമെങ്കിലും അത് ലോങ് റൺ ആകുമ്പോഴേക്കും അതിന്റെ ട്രൂ വാല്യൂ കണ്ടെത്തും എന്നുള്ളതാണ് ഇതിന്റെ തിയറി. ഇതിന്റെ ദിസ് തിയറി ഇസ് ഇൻഫർമേഷൻ ഇസ് ഓൾറെഡി പ്രൈസ്ഡ് ഇൻ ദ സ്റ്റോക്സ് ആൻഡ് പ്രൈസ് മൂവ്സ് ഇൻ റിപ്പീറ്റഡ് ട്രെൻഡ്സ്. അതായത് പ്രൈസിൽ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഒരു ട്രെൻഡ്, ഒരു പാറ്റേണിലാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ യൂസ് ചെയ്യുന്ന കീ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഏർണിംഗ് റേഷ്യോ, EPS, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇവിടെ ചാപ്റ്റർ മൊഡ്യൂൾ 4 നമ്മൾ കണ്ടിട്ട് മൂവിങ് ആവറേജ്, പിന്നെ റിലേറ്റീവ്ലി സ്ട്രെങ്ത്, സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ്? അതൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് എന്ത് ടെക്നിക്കൽ അനാലിസിസ്. ആൻഡ് ഇവിടെ ഇറ്റ് കൺസിഡേഴ്സ് നോൺ ന്യൂമറിക്കൽ ഫാക്ടേഴ്സ്. അതായത് മാനേജ്മെന്റ് ക്വാളിറ്റി, ബ്രാൻഡ് വാല്യൂ, അങ്ങനെ നമുക്ക് ന്യൂമറിക്കലി ക്വാണ്ടിറ്റേറ്റീവ്ലി നോക്കാൻ പറ്റാത്ത വാല്യൂസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യും. ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ്, അതായത് നമുക്ക് ന്യൂമറിക്കലി പറയാവുന്ന ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. And in fundamental analysis, it's used to determine what asset to buy and sell. ഏത് അസറ്റ് വാങ്ങണം വിൽക്കണം. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ യൂഷ്വലി എപ്പോൾ ഒരു അസറ്റ് വാങ്ങണം വിൽക്കണം, ഒരു ഷെയർ വാങ്ങണം വിൽക്കണം എന്നാണ് നോക്കുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ്, കോർ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ. സോ ആസ് വി ഹവ് ഓൾറെഡി സീൻ, ഫണ്ടമെന്റൽ അനാലിസിസിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് 3 major type of analysis: economic, company and shareholding pattern analysis. And now we'll see one by one. ഫസ്റ്റ് വൺ ഇസ് ഇക്കണോമിക് അനാലിസിസ്. അതായത് ഇപ്പം നമ്മൾ അല്ലെങ്കിൽ സ്റ്റോക്ക് സ്ഥിതി ചെയ്യുന്ന ഇക്കോണമീന്റെ അനാലിസിസ്. ഫേവറബിൾ കണ്ടീഷൻസ് ആണോ? ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് സ്റ്റോക്സ് നെഗറ്റീവായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് കോവിഡ് വേവിൽ ഒരുപാട് സ്റ്റോക്സ് കൂടിയിട്ടുമുണ്ട്. ഇപ്പൊ വാർ ഒക്കെ നടക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അവസ്ഥ? ഇപ്പൊ ഇക്കോണമിയിലെ മൊത്തത്തിലെ അവസ്ഥ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഷെയറിനെ കുറിച്ച് അറിയാം. അപ്പൊ ഇക്കണോമിയിലെ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനാണ് ഇക്കണോമിക് അനാലിസിസ്. സ്റ്റഡി അബൌട്ട് ഇക്കോണമി ഇൻ ഡീറ്റെയിൽ ആൻഡ് അനലൈസിസ് വെദർ ഇക്കണോമിക് കണ്ടീഷൻസ് ആർ ഫേവറബിൾ ഫോർ ദ കമ്പനി ടു ഗ്രോ ഓർ നോട്ട്. ഇതിന് രണ്ട് ടൈപ്പ് ഓഫ് അനാലിസിസ് നമ്മൾ, ഇറ്റ് ഇൻക്ലൂഡ്സ് 2 ടൈപ്പ് ഓഫ് അനാലിസിസ്: ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി, ഇന്റർനാഷണൽ ഇൻഡസ്ട്രി. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഡൊമസ്റ്റിക് കൺട്രിയിലെ ഇൻഡസ്ട്രി, അതായത് ആ കമ്പനിയിലെ ഇക്കോണമി, റെഗുലേഷൻസ്, കൺസ്യൂമേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അവിടെ ഇപ്പൊ ഇന്ത്യയിലെ ഒരു ഷെയർ ആണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കല്യാൺ ജ്വല്ലേഴ്സ് ആണെങ്കിൽ എന്താണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ എൻവയോൺമെന്റൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്, ഗോൾഡ് റിലേറ്റഡ്, എന്താണ് കൺസ്യൂമേഴ്സിന്റെ ട്രെൻഡ്, ഇന്ത്യൻ കൺസ്യൂമേഴ്സിന്റെ ട്രെൻഡ്, മാർക്കറ്റിംഗ് കണ്ടീഷൻ എന്താണ്, GDP എത്രയാണ്, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, RBI എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ്നെസ് എന്താണ്. അപ്പം നമ്മൾ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിലെ അവസ്ഥ അനലൈസ് ചെയ്യുന്നതാണ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. പിന്നെ അതിന്റെ ഇന്റർനാഷണൽ അനാലിസിസ്, ഇപ്പോൾ ജ്വല്ലറി ആണെങ്കിൽ ഇന്റർനാഷണലി ഗോൾഡ് പ്രൈസിന്റെ അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ അനാലിസിസ്.
ഓക്കെ, ഇറ്റ് കൺസിഡേഴ്സ് ഗ്ലോബൽ ഇക്കണോമിക് ട്രെൻഡ്സ്. ഗ്ലോബലി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്തെങ്കിലും ട്രേഡ് എഗ്രിമെന്റോ കാര്യങ്ങളോ ഉണ്ടോ, ബാക്കിയുള്ള കൺട്രീസിന്റെ അവസ്ഥ എന്താണ്, പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്തായാലും ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് വരും, അതിന്റെ അവസ്ഥ എന്താണ്, ഫോറിൻ സപ്ലൈ ചെയിൻസിന്റെ അവസ്ഥ എന്താണ്. അപ്പൊ ഫോറിൻ മാർക്കറ്റിന്റെ കണ്ടീഷൻസ് അനലൈസ് ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ ഇൻഡസ്ട്രി അനാലിസിസ്. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു ഇൻഡസ്ട്രി, ഇപ്പൊ കല്യാൺ ജ്വല്ലേഴ്സ് ആണെങ്കിൽ ജ്വല്ലറി ഇൻഡസ്ട്രിയുടെ അവസ്ഥ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ അവസ്ഥ അനലൈസ് ചെയ്യും. ദാറ്റ് ഈസ് അബൌട്ട് ഇക്കണോമിക് അനാലിസിസ്. നെക്സ്റ്റ് ഇസ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ആരൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്, ഏതൊക്കെ കാറ്റഗറീസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് കമ്പനിയുടെ ഒരു ഓണർഷിപ്പിനെ കുറിച്ചിട്ടുള്ള ആ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള ധാരണ നല്ലപോലെ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഷെയർ ഹോൾഡിംഗ് കാറ്റഗറി നമുക്ക് ഒരുപാട് ഡിവൈഡ് ചെയ്യാം. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലത്തെ ഷോർട്ട് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഹോൾഡ് ചെയ്യുന്നതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. പിന്നെ പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ കൂടെ ഉള്ള ആൾക്കാർ. ആ പ്രൊമോട്ടർ ഗ്രൂപ്പ് കമ്പനിയുടെ മെയിൻ കൺട്രോളിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് വലിയ ഇൻഷുറൻസ് കമ്പനീസ്, അങ്ങനെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ്, അവർ ഹോൾഡ് ചെയ്യുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് വരാം, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വരാം, അതായത് ഫോറിൻ കമ്പനീസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വേറെ തരത്തിലുള്ള ട്രസ്റ്റ്, ചെറിയ കോർപ്പറേറ്റ് ബോഡീസ്, അതർ ഹോൾഡിങ്സും വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനി എ, അതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിന്റെ 55% പ്രൊമോട്ടേഴ്സ് ആണ്, 25 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, 10 ഫോറിൻ, 10 റീറ്റെയിൽ, നമ്മളെ പോലെ ചെറിയ ചെറിയ ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ നമുക്കറിയാം പ്രൊമോട്ടേഴ്സിനാണ് മേജർ കൺട്രോൾ ഉള്ളത്. അപ്പൊ ഒരു കമ്പനിയുടെ ഹോൾഡിങ്സ് ആരൊക്കെയെന്ന് അറിയുന്നതാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ്. അതിന്റെ ഷെയർ എങ്ങനെയാണ് വീതിച്ച് വെക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരുപാട് FIIs ഒക്കെ ഉണ്ടെങ്കിൽ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പെട്ടെന്ന് ഫോറിൻ കൺട്രിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇന്ത്യൻ കൺട്രിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അവര് ഷെയർ ഒക്കെ വിറ്റ് പോയി കഴിഞ്ഞാൽ അത് കമ്പനിയെ എഫക്ട് ചെയ്യോ, അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിന്റെ എണ്ണാണോ കൂടുതൽ, അവർ വിറ്റാലാണോ കമ്പനിയെ എഫക്ട് ചെയ്യുക, അങ്ങനെ ഏതൊക്കെ കാറ്റഗറി എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യും എന്നുള്ളത് പഠിക്കുന്നതാണ് എന്ത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അനാലിസിസ്. ഓക്കെ, in next part we will see in detail company analysis. So far we have seen the difference between fundamental and technical analysis, economic analysis. It can be in fact divided into domestic industry analysis and international industry analysis and shareholding pattern analysis.